കവളപ്പാറ മണ്ണിടിച്ചിൽ ദുരന്തം ഇന്നും നടുക്കുന്ന ഓർമ്മയാണ് അതിൽ നിന്നും രക്ഷപ്പെട്ടവർക്ക്. മരിച്ച 59 പേരിൽ 11 പേരാണ് ഇന്നും മണ്ണിനടിയിൽ എവിടെയോ കണ്ടെത്താൻ ആകാതെ ഉള്ളത്. ഓർമ്മകളുടെ ഉരുൾപൊട്ടലാണ് ഇവർക്ക് ഓരോ ഓഗസ്റ്റ് മാസവും. ഷിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തവും അർജുനുമൊക്കെ മലയാളികളുടെ മനസ്സിൽ വയ്ക്കുമ്പോൾ 5 വർഷം മുൻപ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തമുണ്ടായി. നിലമ്പൂർ കവളപ്പാറയിൽ 59 പേരാണ് ആ ദുരന്തത്തിൽ ഓർമ്മയായത്. അതിൽ തന്നെ 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ആണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവർ പലരും പല നാടുകളിലായിട്ടാണ് ഇപ്പോഴുള്ളത്. എന്നോടൊപ്പം ചേരുന്നത് ദുരന്തത്തെ അതിജീവിച്ച ശാന്ത എന്ന സ്ത്രീയാണ്. ചേച്ചി 5 കൊല്ലം പോവാണ് അല്ലേ? 5 കൊല്ലം പോകുന്നു. ഇപ്പൊ നമ്മള് കവളപ്പാറ വിട്ട് ഉപ്പടെ എത്തി. ഇപ്പൊ എന്താ അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെ പോണു. അങ്ങനെ കൊറേയൊക്കെ പട്ടിണിയും പാടും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നതൊക്കെ പോയില്ലേ. ഇപ്പൊ അവരാരും ഇല്ല. കിട്ടിയെങ്കിൽ കിട്ടി. നേരം പോലത്തെ അന്ത്യാലും പോലെ കാണും പൊന്തയൊക്കെ നോക്കും നല്ലത്. ഞമ്മക്കുള്ളതൊക്കെ പോയില്ലേ, ഒറ്റപ്പെട്ട് പോയി. എന്താ ചെയ്യാ? ശാന്തേച്ചി 11 പേരെ കിട്ടാണ്ടല്ലോ. അതില് ചേച്ചിയുടെ എത്ര പേരുണ്ട്? എനിക്ക് ഞാൻ പറഞ്ഞല്ലേ, എന്റെ ആളിയാക്ക, എന്റെ ഏട്ടത്തിന്റെ ആങ്ങള, ഏട്ടത്തിന്റെ മക്കള്, ഒരു 4 കുട്ടികളും എടുത്താളേയും. അതങ്ങനെ ഒക്കെ ഇതിന്റെ ഇടയിൽ ഒറ്റ കുട്ടികളും കിട്ടിയില്ല. ഉള്ള കാര്യം പറയാലോ. അതിന് ഒന്നായിട്ട് പോലെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിങ്ങോട്ട് എവിടെ കയറിയതായിരുന്നു എന്റെ വീട്ടിൽ നിന്ന്. അത് കയറിയ കയറ്റത്തില്ലേ ഇവരന്ത്യോളം അങ്ങനെ നടക്കല്ലേ ഓരോ പണിയൊക്കെ എടുത്തിട്ട്. നമുക്ക് പണിക്ക് പോകാതെ തിന്നാൻ കിട്ടൂലല്ലോ. അപ്പോ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒക്കെ പോയി കിട്ടി. ഓർമ്മ ഉണ്ടോ അന്ന് തിരയണ സമയത്തൊക്കെ ചേച്ചി അവിടെ വന്ന് നോക്കി നിരുന്നതും കാത്തു നിരുന്നതും ഒക്കെ? അന്നൊക്കെ വന്ന് കണ്ടിട്ട് എനിക്കിപ്പോഴും ഞാൻ ചില നേരത്തൊക്കെ ചാനൽക്കാർ വരുമ്പോൾ പറയാൻ നിൽക്കില്ല. എനിക്കതൊന്നും മനസ്സിൽ നിന്നിട്ട് വിട്ടുമാറണില്ല. ഒറ്റപ്പെട്ട് പോയല്ലോ ഒന്നുള്ളൊരു അതിലന്ന് ഇവരെ കാണാതായതിന്റെ സർട്ടിഫിക്കറ്റ് സർക്കാർ തരിക ചെയ്തല്ലേ? ഇവര് അന്ന് തന്നിക്കണാവോ എനിക്കറിയില്ല. കാരണം എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ അറിയാത്ത കാരണം കൊണ്ടൊന്നും അറിയില്ല. ഇതന്നെ പിന്നെ അറിവുകളെല്ലാം എത്തി ചോദിച്ചു നോക്കേണ്ടി വരും. അങ്ങനെ 15 ദിവസം മുഴുവനെ തെരഞ്ഞിട്ടും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർത്തിയത്. അങ്ങനെ കാട്ടിയതുപോലെ പിന്നെ ആരും തെരഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മെമ്പർമാരെ കണ്ടിട്ടുമില്ല. തെരയണ ആൾക്കാരെയും കണ്ടിട്ടില്ല, പാർട്ടിക്കാരെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. കുറച്ചും കൂടി തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? പറയാനൊക്കെ പറഞ്ഞു തെരഞ്ഞു നോക്കണം എന്നുള്ളത്. എന്തു പറയണ? അവിടെ പോയിട്ടുണ്ടോ? പിന്നെ അവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകുന്നുണ്ട്. നല്ല ദിവസമൊക്കെ വരുമ്പോ ഒരു വീടും പേരൊക്കെ ഞങ്ങളൊക്കെ ജനിച്ച നാടല്ലേ, അവിടെ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ വെച്ച് അവർക്ക് വല്ല ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വരും. അവിടെ എവിടെ ഉണ്ടോല് ഇപ്പോഴും ഞങ്ങൾക്ക് സ്വപ്നത്തിലൊക്കെ കാണാനും വരാനൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങോട്ട് എത്തണില്ലാത്തത് തന്നെ ഉള്ളു. അവിടെയും കൊണ്ടേ ഓലെ കാണുള്ളൂ. എങ്ങനെയാ ഇവിടുത്തെ താമസമൊക്കെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ബുദ്ധിമുട്ടൊക്കെ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ബുദ്ധിമുട്ടാണ്. പണിയൊന്നുമില്ല. ആകെ ഇങ്ങനെ നേരം പോലത്തെ അന്ത്യാലം പരലിയല്ലേ. അത് പിന്നെ ഇപ്പൊ സർക്കാർ എന്നുള്ള മണ്ണ് കിട്ടിയത് വലിയ ഭാഗ്യമാണ്. എനിക്ക് അതാണ് ഇപ്പൊ പറയാനുള്ളത്. അതെ, ഒന്നും ഇല്ലെങ്കിലും പട്ടിണിയിലും കിടക്കാലോ. അങ്ങനെ ഒരു ഉപകാരം അങ്ങനെ ഒരു ഉപകാരം സർക്കാർ തന്നത് ഇന്നും മറക്കൂല. എനിക്കത്തപ്പോയാലും മറക്കൂല. വിഷമങ്ങളൊക്കെ നമുക്കറിയാം. നമ്മളന്ന് എല്ലാ കാലവും നമ്മളെ കൂടെ കുട്ടികളൊക്കെ എടുത്തോണ്ട് ഓടിയ ഓട്ടത്തിലൊക്കെ എന്തായിരുന്നു അറിയോ? പൂളപ്പാടത്ത് കുറച്ച് ദിവസം നിന്ന് ഞങ്ങള് ക്യാമ്പിൽ പിന്നെ അക്കരെ പള്ളിയിൽ കുറെ നിന്ന് അവിടുന്നൊക്കെ വന്നിട്ടാണ് പിന്നെ ഞങ്ങൾക്ക് ക്യാമ്പില് അവിടെ വന്നിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തീറ്റയൊക്കെ കുടിക്കുക ഒന്നിനും. ഇപ്പോഴും മഴക്കാലം ഒരു പേടിയല്ലേ? ഒരു പേടിയുണ്ട്. ഇപ്പോഴും പേടിയൊക്കെ ഉണ്ട് ഞങ്ങക്ക്. എന്നാലും ഇപ്പൊ പേടിച്ചിട്ടൊന്നും എന്താ ചെയ്യുന്നു? സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതന്നെ, അത് എനിക്ക് സർക്കാർ ചെയ്യി തന്നെ. എന്റെ ഈ ചെറിയ പേരക്കുട്ടിയാക്കും വേണ്ടിട്ടോ ഒരു ഭയങ്കര ഒരു. ഇതാണ് ശാന്തേച്ചിക്ക് പങ്കുവെക്കാനുള്ള ഓർമ്മകൾ. ഒരുപാട് ഓർമ്മകളുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ കഴിയില്ല. കാരണം മനസ്സിൽ
അത്രമാത്രം വലിയ നോവാണ് ആ ഒരു ദുരന്തവും അതിൻ്റെ അതിജീവനവും ഒക്കെ. ഇവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന ദുഃഖം ഇവരെ കുറച്ചൊന്നുമല്ല പിന്തുടരുന്നതും. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.